പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും നിലകൊള്ളുന്ന അഞ്ചുവിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗത്താണ് ഇസ്മായിലിക്കായുടെ നാരങ്ങാവെള്ളക്കട. കഴിഞ്ഞ 30 വർഷമായി ഇദ്ദേഹം ഈ കട നടത്തി വരികയാണ്. ദിവസേന കുറഞ്ഞത് 100 നാരങ്ങാവെള്ളമെങ്കിലും ഇവിടെ കച്ചവടമാകും. കഥ ഈ നാരങ്ങാവെള്ള കടയിലൊന്നുമല്ല, ഈ കടയിൽ നിന്ന് അല്പം മാറി നിലകൊള്ളുന്ന കാൽപന്ത് മൈതാനത്താണ്. രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പുതൂർപ്പള്ളി മൈതാനത്ത് പതിയെ ഓരോരുത്തരായി കളിക്കളത്തിലേക്ക് ഇറങ്ങും. ആ കൂട്ടത്തിൽ കാണാം ഇസ്മായിലിക്ക എന്ന ഈ 57 വയസ്സുകാരനെ. മലബാറിന്റെ ഫുട്ബോൾ ആവശ്യത്തെ മൊത്തം ഒരു കാലത്ത് കയ്യിൽ അമ്മാനമാടിക്കൊണ്ടിരുന്ന ഒരു ചങ്ങനാശ്ശേരിക്കാരൻ. കാലിലടക്കി വെച്ച പന്ത് കൊണ്ടുള്ള നൃത്യനാട്യങ്ങൾ ഒരു കാൽപന്ത് സ്നേഹിയുടെ നെഞ്ചിൽ ഇദ്ദേഹത്തെ ഇടം നേടിക്കൊടുക്കണമെങ്കിൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പ്രായം 50 കഴിഞ്ഞെങ്കിലും ഒരു ദിവസം പോലും കളിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. രാവിലെ മാത്രമല്ല, വൈകുന്നേരങ്ങളിലുമുണ്ട് മുടങ്ങാത്ത കാൽപന്ത് കളി. 1982 ഇദ്ദേഹം MSC എന്ന ഫുട്ബോൾ ക്ലബിനായി ആദ്യം ബൂട്ടണിയുന്നത്. പ്രായം തളർത്താത്ത പോരാളി എന്ന പേരിൽ കാൽപന്ത് കളിയുടെ ഏറ്റവും വലിയ മാധ്യമ ശൃംഖലയായ 433 ട്രെൻഡിംഗ് ആയിരുന്നു ഇസ്മായിലിക്ക. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നമ്മൾ കളിക്കാത്ത ഗ്രൗണ്ടുകളില്ല. ഒരു കാലത്ത് വടക്ക് കോഴിക്കോട്, മലപ്പുറം, തലശ്ശേരി ജില്ലകളെ ആസ്പദമാക്കിക്കൊണ്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ KTC സൈൻ ചെയ്ത് 3 കൊല്ലം അവിടെ കളിച്ചിട്ടുണ്ട്. ഒരു 28 കൊല്ലമായി ഞാൻ അവിടെ നിന്ന് കളിയും കഴിഞ്ഞെല്ലാം തിരിച്ചു വന്നിട്ട്. പിന്നെ ഇപ്പോഴും ഞാൻ കളിക്കുന്നുണ്ട്. രാവിലെ സുഹൃത്തുക്കളുമൊത്ത് ഇപ്പോഴും ഞാൻ കളിക്കുന്നുണ്ട്. ഈ കളി നമുക്ക് പ്രായം ഇത്രയായെങ്കിലും നമ്മളെ ഇതുവരെ കളി വിട്ടിട്ടില്ല. കളിയോടുള്ള ആ ഒരു ഭ്രാന്ത് മൂത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-45 കൊല്ലം ഇതിൻ്റെ പുറകെയായിരുന്നു. തളരുന്ന പ്രായത്തിലും തളർത്താത്ത ആവേശത്തോടെ അദ്ദേഹം ഇന്നും കാൽപന്തിന്റെ കവിതകൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അതുലിനോടൊപ്പം അൻസഫ്, MBTV ന്യൂസ്, ചങ്ങനാശ്ശേരി.